നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്. നാമശാസ്ത്രം, ന്യൂമറോളജിയെ അടിസ്ഥാനമാക്കിയുള്ള പ്രോണോളജിസ്റ്റാണ്. നാമശാസ്ത്രം എന്നാൽ പല ആൾക്കാർക്കും അറിവില്ല ഇന്നും. ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങൾ A to Z, ആ 26 അക്ഷരങ്ങൾ എല്ലായിടത്തും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രോപ്പറായിട്ട് വിനിയോഗിച്ചുകൊണ്ട് വേണം നാമങ്ങൾ ഇടാൻ, കുട്ടികളായാലും വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും. അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ന്യൂമറോളജി എന്ന ശാസ്ത്രം വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ന്യൂമറോളജി നല്ലതാണ്, ബേസിക്കലി ന്യൂമറോളജി തന്നെയാണ്. പക്ഷേ അതിൽ ധാരാളം അപാകതകളുണ്ട്. കാരണം എന്നെ സമീപിക്കുന്ന ആൾക്കാർ ന്യൂമറോളജി പ്രകാരം പലതവണ 3 തവണ പേര് മാറിയതിന് ശേഷവും നമ്മളെ ന്യൂമറോളജി പ്രകാരം പ്രോണോളജി പ്രകാരം പേരിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പല ആൾക്കാർ സമീപിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ദിവസം ആയില്യം കേട്ട രേവതി 5, 14, 23 തീയതികളിൽ ജനിച്ചവർ, ബുധൻ്റെ സാന്നിധ്യമുള്ളവർ. അതിൽ ഒരു സുരേഷ് കെ വന്നൊരു കമൻ്റ് എഴുതി, മെൻ്റൽ സ്വാമി എന്ന്. ആർക്കും അഭിപ്രായം എഴുതാം, ഇതൊരു പഠന ക്ലാസ്സാണ്, ആർക്കും എഴുതാം. ഒരു കാരണവശാലും മോശമാണെന്ന് ഞാൻ പറയത്തില്ല. ആർക്കും, എനിബഡി ക്യാൻ കമൻറ്റ്. അത് നോക്കിയപ്പോൾ ഈ സുരേഷിൻ്റെ പേരിൽ 7 ലെറ്റേഴ്സുണ്ട്. ഈ 7 എപ്പോഴും പോയി എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കും, അവരറിയുന്നില്ല. ദയവായി നിങ്ങളുടെ 7 ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് എഴുതുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഇത് ഒരു ദൂഷ്യം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാം. ഈ സുരേഷ് എന്ന പേരിനകത്ത് SU എന്ന ലെറ്റേഴ്സ് ഉണ്ട്, അത് നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചാനൽ എത്രയോ പേര് കണ്ടു. 5 ദിവസത്തിനുള്ളിൽ 10,000-ന് മുകളിൽ കണ്ട ആൾക്കാരാണ്. 10,000, മോർ ദാൻ 10,000. എത്രയോ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പബ്ലിക്ക് പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന എത്രയോ കമൻറ്റ് ബോക്സ് ഉണ്ട്. പബ്ലിക്ക് പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന ആ ചാനൽ കണ്ടുകൊണ്ട് മെൻ്റൽ സ്വാമി എന്ന് എഴുതണം, മെൻ്റൽ ഒരു കുത്തുണ്ട്, സ്വാമി എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ 7 ആണ്. 7 എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. മറ്റൊന്നോ, പേരിൽ SC ഉണ്ട്, SH ഉണ്ട്. SH ഒക്കെ ഒരു വ്യക്തിയുടെ പേരിൽ വന്നാൽ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഉദ്ദേശിച്ച പോലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സുരേഷ് കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഏത് സുരേഷും ആയിക്കോട്ടെ, സുരേഷിനകത്ത് 6 ആണ്, ഈ സുരേഷ് കെ 7 ആണ്, കാണുന്നുണ്ടെങ്കിൽ താങ്കൾ എഴുതിയ മെൻ്റൽ കഴിഞ്ഞിട്ടൊരു കുത്തിട്ടിട്ടുണ്ട്. അത് ഭാഷാ സ്വാധീനമില്ല എന്ന് മനസ്സിലായി. ആംഗലേയ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ സ്വാധീനമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് താങ്കൾ അത്ര എഡ്യൂക്കേറ്റഡ് അല്ല. അല്ലെങ്കിൽ എന്നെയാണ് മെൻ്റൽ സ്വാമി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റൽ കഴിഞ്ഞിട്ട് ആ ഒരു ഡോട്ട് കുത്തിടാൻ പാടില്ല. അപ്പോൾ സ്വാമി എന്നാണ് എന്നെ വിളിച്ചെങ്കിൽ എൻ്റെ ഈ വേഷഭൂഷാദികൾ കണ്ടുകൊണ്ട് താങ്കൾ സ്വാമി എന്ന് എന്നെ തിരിച്ചറിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഒരു വ്യക്തി ചുവന്ന ജുബയിട്ട് അല്ലെങ്കിൽ താടിയും മുടിയും വളർത്തി ഒരു കുങ്കുമ പൊട്ടിട്ട് കഴിഞ്ഞാൽ സ്വാമി എന്ന് വിളിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അതൊന്നുമല്ല. ആത്മീയ ചൈതന്യമുള്ള വേറെ എത്രയോ പേരുണ്ട്, അവരാണ് സ്വാമിമാർ. വേഷഭൂഷാദികൾ കണ്ടുകൊണ്ട് സ്വാമി എന്ന് വിളിക്കുന്നതിലും താങ്കൾ അത്രയും ഡെവലപ്പ് ആക്കിയിട്ടില്ല. ഇത് ഈ സുരേഷിനോട് മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാരോടും കൂടി പറയുകയാണ്. ഈ മെൻ്റൽ എന്നാൽ മെൻ്റൽ കഴിഞ്ഞിട്ട് കുത്തിവിട്ടു, അപ്പോൾ 2 വ്യക്തികളാണ് മെൻ്റൽ. താങ്കൾ മെൻ്റലായിട്ട് എടുക്കാൻ പറ്റും. താങ്കൾ ഒരു കാരണവശാലും ഈ മെൻ്റൽ പേഷ്യൻ്റാണ് താങ്കൾ അംഗീകരിച്ച സ്ഥിതിക്ക് എപ്പോഴും മെൻ്റൽ പേഷ്യൻസ് എപ്പോഴും സംശയരോഗികളാണ്. അതിലെത്ര കമൻറ്റ് വന്നിട്ടുണ്ട്, ആരും സംശയം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. താങ്കൾ ഒരു സംശയരോഗിയാണ്. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലത്, മെൻ്റൽ എന്ന് സ്വയം അംഗീകരിച്ച സ്ഥിതിക്ക്. ഇത് സ്നേഹമായിട്ടുള്ള ഇതാണ്. ആർക്കും കമൻറ്റ് എഴുതാം, ഇനിയും എഴുതാം, താങ്കൾക്ക് ഇനിയും എഴുതാം കമൻറ്റ്. ഇനി ഈ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ അതിന് മുൻപായിട്ട് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടതിന് ശേഷം വന്ന് കമൻറ്റ് എഴുതുക. വന്ന് കമൻറ്റ് എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാവും താങ്കൾ ഏതോ സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷമാണ് വന്നെഴുതുന്നത്. അപ്പോൾ താങ്കളുടെ പേരിൽ 7 ലെറ്റേഴ്സ് ഉണ്ട്, 7 ദുരിതത്തെ കാണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇനിയും കമൻറ്റുമായിട്ട് വരൂ, ആർക്കും എഴുതാം കമൻറ്റ്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ. നമുക്കിന്ന് കലാഭവൻ നവാസ് എന്ന ആ നല്ല ഒരു ഹൃദയമുള്ള മനസ്സിനെക്കുറിച്ച്, മനസ്സാണ്, നല്ല ഹൃദയമുള്ള മനസ്സായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വേറെയും പേഴ്സണലായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 1-ാം തീയതി വേർപെട്ടു, മറ്റൊരു ജീവിതത്തിലേക്ക് പറന്നുപോയി. വിശ്വാസപ്രകാരം അടുത്ത 16 ദിവസം അദ്ദേഹത്തിൻ്റെ ആത്മാവ്
നമ്മളോടൊപ്പം ഉണ്ടാകും. ആ ആത്മാവിന് ദുഃഖത്തോടു കൂടി തന്നെ ഒന്ന് വിട പറയട്ടെ. ന്യൂമറോളജി പ്രകാരം കലാഭവൻ നവാസ് എന്ന പേരിൽ, അദ്ദേഹത്തിൻ്റെ പേര് നവാസ് എന്നാണ്, NAVAS. നവാസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 16 ആണ്. 617. നിങ്ങൾ ഏത് നവാസ് വായിക്കോട്ടെ, 16 വാല്യൂ വന്നാൽ കഴിവിനനുസരിച്ച് കൊണ്ട് വികസിക്കാൻ പറ്റത്തില്ല. നവാസ് എത്രയോ നല്ല കഴിവുള്ളയാളാണ്. ആടാനും പാടാനും അഭിനയിക്കാനും കഴിവുള്ളയാൾ, തന്മയത്വമായിട്ട് അഭിനയിക്കുന്നയാൾ. ആർട്ടിഫിഷ്യൽ കോമഡി അല്ല കാണിക്കുന്നത്, നാച്ചുറൽ കോമഡി. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ വികസിച്ചിട്ടില്ലല്ലോ. അതായത് നവാസ് എന്ന പേരിൽ 16 എന്ന ലെറ്റേഴ്സാണ്. ഇതിപ്പോൾ കലാഭവൻ നവാസിനെ കുറിച്ചാണ് വീഡിയോ എങ്കിൽ പോലും ഇത് നിങ്ങളുടെ ജീവിതത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 16 ആണ് അദ്ദേഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാതിരുന്നത്. കലാഭവൻ നവാസിനകത്ത് മൊത്തം കലാഭവൻ്റെ വാല്യൂ അക്ഷരങ്ങളുടെ എണ്ണം 10ഉം നവാസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 5ഉം. 10ഉം 5ഉം 15. അദ്ദേഹത്തെ 15 വന്നാൽ 5 1 6 കലാപരമായ കഴിവ് ഉണ്ടാക്കുന്ന വ്യക്തി. അദ്ദേഹം കലാകാരനായിരുന്നല്ലോ. ഇനി കലാഭവൻ്റെ വാല്യൂ എത്രയാണ്? ന്യൂമറിക്കൽ വാല്യൂ 27, നവാസിൻ്റെ 16. നവാസിൻ്റെ പേരിൻ്റെ വാല്യൂ ആയ 16ഉം അക്ഷരങ്ങളുടെ എണ്ണമായ 5ഉം കൂടി ചേരുമ്പോൾ 21. 21 വന്നാൽ 21 3-ാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ വളരെയേറെ പുരോഗതിയാണ്. നിങ്ങൾ 6-ാം തീയതി ജനിച്ച വ്യക്തിയാണെങ്കിൽ, 6, 15, 24 തീയതികളിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ന്യൂമറിക്കൽ വാല്യൂ 21 വന്നാൽ ദയവായിട്ട് മാറ്റണം. മാറ്റിയാൽ നന്നായിരിക്കും. എൻ്റെ അടുത്ത് വന്ന് മാറ്റണം എന്ന് പറയുന്നില്ല, നിങ്ങൾ മാറ്റിയാൽ നന്നായിരിക്കും. ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളോടുള്ള ഒരു സൂചനയാണ്. 21 എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എപ്പോഴും നന്മയിലേക്ക് നയിക്കുന്നൊരു നമ്പറാണ്. കാരണം 2 1 കൂടിയാണ്. 2 1 ആണല്ലോ 21. തുടക്കകാലങ്ങളിൽ ബുദ്ധിമുട്ടും പിന്നീട് സൂര്യൻ്റെ സ്വാധീനമായ 1, 2 തുടക്കകാലമായ 2ൻ്റെയും പിന്നീട് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് നമ്മൾ 1ലേക്ക് ചെല്ലും. അപ്പോൾ സൂര്യൻ്റേതായ ശക്തി കൊണ്ട് പുരോഗതിയിലേക്ക് പോകും. ഇത് 21 2 1 3 ഇത് ധനലക്ഷ്മിയുടെ നമ്പറാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ എൻ്റെ അറിവിൽ ഈ നവാസിന് അത്ര കണ്ട് സാമ്പത്തികമില്ല. വൈഫിന് ഒരു ബോട്ടിക്കും ബിസിനസ്സൊക്കെ ഉണ്ട്. എന്നാൽ പോലും അത്ര കണ്ട് കഴിവനുസരിച്ചുകൊണ്ടുള്ള വരുമാനമില്ല. കാരണം നവാസിൻ്റെ പേരിൽ 16 എന്ന വാല്യൂ വന്നിരിക്കുന്നു. എത്ര കഴിവുണ്ടെങ്കിലും 7 അല്പം കൊണ്ട് പുറകോട്ട് മാറ്റും. ഇവർക്ക് 21 വരുന്ന ആൾക്കാർക്ക് ആദർശം ഉണ്ടാവും. നല്ല ആദർശപരമായിട്ട് അവർ ജീവിക്കുള്ളൂ. അദ്ദേഹത്തെ പറ്റി അറിഞ്ഞാൽ അദ്ദേഹം നല്ല ഈശ്വരവിശ്വാസമാണ്. നല്ല ആദർശപരമായിട്ട് ആരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളല്ല. കാരണം 21ൻ്റെ സ്വാധീനമാണ്. ഇനി മറ്റൊന്ന്, കലാഭവൻ നവാസ് എന്നല്ലേ പേര്. കലാഭവൻ നവാസിൻ്റെ ടോട്ടൽ വാല്യൂ 58. കലാഭവൻ്റെ 10ഉം 5ഉം കൂടി നവാസിൻ്റെ 5ഉം 15ആയി. കലാഭവൻ്റെ 27ഉം നവാസിൻ്റെ 16ഉം ടോട്ടൽ എടുക്കുമ്പോൾ 58. ഈ ഫിലിം മേഖലയിലേക്ക് നല്ലതാണ്. ഈ 58 വന്നാൽ നിങ്ങളിൽ 58ൻ്റെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരോ അച്ഛൻ്റെ പേരോ ഒക്കെ ഉൾപ്പെടെ 58 വന്നാൽ സിനിമാ മേഖലയിലേക്ക്, കലാപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. ഈ +2 കഴിയുമ്പോൾ ഏതെങ്കിലും ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാൽ അത് പുരോഗതി കിട്ടും, നോ ഡൗട്ട്. ബിക്കോസ് യു ആർ ബോൺ ടു ബി ഇന്നോവേറ്റീവ് എന്നാണ് പറയുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന ആൾക്കാർ ആണ്. കലാപരമായ രീതിയിൽ 58 എപ്പോഴും നല്ലതാണ്. കലാഭവൻ ഇദ്ദേഹം അങ്ങനെ പുതിയ പുതിയ രീതിയിലല്ലേ പല കലാപ്രകടനങ്ങളും അന്ന് മുതലേ കാണിച്ചു വെച്ചിരുന്നത്. അദ്ദേഹത്തിന് തുടക്കം മുതലേ ഞാനൊക്കെ കണ്ടിരുന്നതാണ്. അപ്പോൾ 58 അദ്ദേഹത്തെ ആ രീതിയിൽ സ്വാധീനിച്ച് മികച്ച ലെവലിലാക്കി. കലാഭവൻ്റെ വാല്യൂ എത്രയാണ്? 27. ന്യൂമറിക്കൽ വാല്യൂ ആണ്. KLABHAVA. കലാഭവൻ 27ഉം നവാസ് 16ഉം. 27ഉം 16ഉം കൂടി ചേരുമ്പോൾ എത്രയാണ്? 43. കണ്ടോ, അവിടെ 7 വന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് നവാസ് എന്നാണ്. കലാഭവൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അങ്ങനെ ആ കലാഭവൻ്റെ പേര് കൂടി ചേർന്നുകൊണ്ട് ഫേമസ് ആയി. 43 വന്നു. ഭാഗ്യദോഷമല്ലേ? ഞാനായിട്ട് കൃത്രിമമായിട്ടൊന്നും പറയാറില്ല. അനേകം വീഡിയോസ് കൊണ്ടുവരും. 7 വന്നോ കെടുതിയെ എവിടെയെങ്കിലും കെടുതിയാക്കും. ഇദ്ദേഹം ഒരുപക്ഷെ എന്നെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പേര് മാറ്റി കൊടുക്കാമായിരുന്നു. അതിന് വിധിയെ മാറ്റിമറിക്കാമെന്നാണ് ഈ ഓക്കൾട്ട് സയൻസ് പറയുന്നത്. നിഗൂഢ ശാസ്ത്രം, ജ്യോത്സ്യമൊക്കെ പറയുന്നത് നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കാമെന്ന്.
ചില ആൾക്കാരുടെ ധാരണ വിധിയെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല, ജാതകപ്രകാരമേ ജീവിക്കുള്ളൂ എന്ന്. അത് തെറ്റാണ്. ഞാൻ ജ്യോതിഷം പഠിച്ചതാണ്. പിന്നെ ന്യൂമറോളജി സ്പെഷ്യലൈസ് ചെയ്യുന്നു, ക്രോണോളജി സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഭാഗ്യദോഷത്തിൻ്റെ നമ്പറായിരുന്നു. അദ്ദേഹം പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. പ്രകമ്പനം സിനിമയുടെ ആ പേര് 11 11 ഒരു നെഗറ്റീവാണ്, ദോഷവശങ്ങളാണ്, ആപത്തുള്ള നമ്പറാണ്. നിങ്ങളുടെ പേരിൽ ലെറ്റേഴ്സിൻ്റെ എണ്ണം 11 ആണെങ്കിൽ ഒരു ആപത്ത് ഉണ്ടാകാമെന്നില്ല, പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, ആപത്തുണ്ടായിരിക്കും. ഉദ്ദേശിച്ച പോലെയല്ല, അപ്രതീക്ഷിതമായിട്ട് പല സുഖകരമല്ലാത്ത അനുഭവങ്ങളുണ്ടാകും. പ്രകമ്പനം അതിൻ്റെ വാല്യൂ എത്രയാണ്? 31 വന്നു കഴിഞ്ഞാലും ദോഷവശങ്ങളുണ്ട്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 4, 13, 22, 31 ഇങ്ങനെയുള്ള 4ൻ്റെ ശ്രേണി വന്നാൽ സൂക്ഷിച്ച് കണ്ടു നിന്നില്ലെങ്കിൽ ദോഷമുണ്ടാകും. എൻ്റെ പേരിൽ 13 വാല്യൂ. അതെനിക്ക് അറിയാവുന്നതിന് വലിയ വളരെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ പ്രകമ്പനം എന്ന സിനിമയിൽ 31 വന്നു. അപ്പോൾ 31 വന്നു കഴിഞ്ഞാൽ ഏകാന്തതയിൽ മരണം എന്ന് പറയുന്നു. ആരും ഇല്ലാത്ത സമയത്ത് എവിടെയെങ്കിലും മുറിയിൽ വെച്ചോ വഴിയിൽ വെച്ചോ ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് മരണം ഉണ്ടാകും. അപ്പോൾ ചോദിക്കും, നവാസല്ലേ ഇത് പ്രകമ്പന സിനിമയിൽ 31 അല്ലേ? അപ്പോൾ അദ്ദേഹം സിനിമയിലായിട്ടൊരു നല്ലൊരു കഥാപാത്രമായിരുന്നു. നമ്മൾ എവിടെ ചെല്ലുന്നോ ആ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൻ്റേതായ എനർജി നമ്മളിലേക്ക് വരും. അദ്ദേഹത്തിന് ഏകാന്ത മരണമായിരുന്നു. ആ പ്രകമ്പനം എന്ന സിനിമയുടെ പേരിൽ ഏകാന്തത പറയുന്നുണ്ട്. ആരും അടുത്ത് കാണത്തില്ല. ഇനി നമുക്ക് ഈ സിനിമയുടെ കാര്യമോ പ്രകമ്പനം സിനിമയോ നവാസിനെ എടുക്കേണ്ട. നിങ്ങളുടെ പേരിൽ 31 എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം. അല്ലെങ്കിൽ അത്ര കണ്ട് ടാലൻറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു ലെവലിൽ ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കണം. സാധാരണക്കാരന് 31 എന്നുള്ള പേര് പറ്റത്തില്ല. നിങ്ങൾ ഏതെങ്കിലും യാത്രാമധ്യയിലായിരിക്കും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുക. പലപ്പോഴും കാണാറില്ലേ, ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി അവിടെ കണ്ടു, ആരാണെന്നറിയില്ല, പോലീസ് അന്വേഷിക്കാമെന്നൊക്കെ. അതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ആ പേര് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂ ഈ 4ൻ്റെ ശ്രേണി ആണോ എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ 31 നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചേഞ്ച് ദാറ്റ് നെയിം. പക്ഷേ സിനിമ വിജയിക്കും. കാരണം അക്ഷരങ്ങളുടെ എണ്ണം 11 വാല്യൂ 31 അല്ലേ? 31 11 42 42 നീ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാകും. അല്ലെങ്കിൽ നവാസിൻ്റെ അവസാന സിനിമ എന്ന നിലയിൽ ഞാനും എൻ്റെ കുടുംബവും പോയി കാണും. മഹാരാജാസ് കോളേജിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്. കേരളത്തിലെ സകല വ്യക്തികളും ആ വ്യക്തിയുടെ സിനിമ ലാസ്റ്റ് സിനിമയെ എൻ്റെ പേരിൽ പോയി കാണാൻ സാധ്യത ഏറെയാണ്. അങ്ങനെ സാമ്പത്തികമായിട്ട് ആ സിനിമ വിജയിക്കും. 42 ഇതൊക്കെ ഈ വാരി വലിച്ച് പറയല്ല കേട്ടോ, ഇത് നിങ്ങളുടെ ലൈഫിലുണ്ടോ നിങ്ങൾ നോക്കിയേക്കുക സമയം പോലെ. പ്രകമ്പനം സിനിമയുടെ വാല്യൂ അക്ഷരങ്ങളുടെ എണ്ണം 11, കലാഭവൻ നവാസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 15. ആ 15 കൂടി കൂട്ടുമ്പോൾ 26 സുഖമില്ലല്ലോ. 26 നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണത്തിന് വേണ്ടി ക്ലേശിക്കും. ഒരുപക്ഷെ നിങ്ങൾ ജനിച്ച ഡേറ്റ് 26-ാം തീയതി ആണെങ്കിൽ, 26 ആണെങ്കിൽ 8-17 എടുക്കേണ്ട, 26 ആണെങ്കിൽ നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങളുടെ പിതാവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ ആരാണോ, നിങ്ങൾ ആരെ ആശ്രയിച്ച് ജീവിക്കുന്നുവോ അവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധം അകൽച്ചയൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ വിദേശത്തായിരിക്കാം. വിദേശത്ത് അവർ ജീവിച്ചാൽ തന്നെ പ്രോപ്പറായിട്ട് യഥാസമയം പൈസ അയച്ചു തരാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ആർ അൺഎബിൾ ടു പേ ദാറ്റ് എമൗണ്ട്, യുവർ ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്. അത് 26-ന് പ്രത്യേകതയാണ്. ഈ പ്രകമ്പന സിനിമയും കലാഭവൻ നവാസുമായിട്ട് നോക്കുമ്പോൾ 26 വന്നാൽ എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് മെച്ചമില്ലെന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ആരെ അറിയത്തില്ല. എനിക്ക് ആ പ്രൊഡ്യൂസറിനെ അറിയില്ല, ഡയറക്ടറിനെ അറിയില്ല, ആരും അറിയില്ല. പക്ഷേ മിക്കവാറും ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ കിട്ടാൻ സാധ്യതയില്ല. ഇത് ന്യൂമറോളജിക്കൽ വ്യൂ ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊളപ്പുള്ളി ലീല എന്ന് പറയുന്ന ഒരു സഹനടിയായിട്ട് വരുന്ന, പല സിനിമയിലെ അമ്മായിയമ്മയ്ക്കായിട്ടും ഒരു വിപ്ലവകാരിയായിട്ട് വരുന്ന കൊളപ്പുള്ളി ലീലയുടെ ഒരു അഭിമുഖം കണ്ടു കഴിഞ്ഞ കൊറോണ സമയത്ത്. അവരുടെ കയ്യിൽ അത്ര പ്രാധാന്യമില്ലാത്ത റോളിൽ അഭിനയിക്കുന്ന അവർക്ക് അന്ന് അവർ പറഞ്ഞാണ് 45 ലക്ഷം രൂപയുടെ ചെക്ക് അവർക്ക് ഇരിപ്പുണ്ടെന്ന്. എല്ലാം ബൗൺസായി കിടക്കുക, അവർക്ക് കൊടുക്കത്തില്ല. അവരെ പോലും ഫിലിം മേഖലയിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ റെമ്യൂണറേഷൻ പ്രതിഫലം കിട്ടാൻ സാധ്യത കുറവാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് പ്രസൻസ് ഓഫ് 26. ഇത് നിങ്ങൾ ഇതുകൊണ്ട് ശ്രദ്ധിക്കുക. വീണ്ടും പറയുന്നു, കലാഭവൻ നവാസിനെ പറ്റി ഒന്നും അല്ലെന്ന് എടുക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ
നിങ്ങളുടെ കുടുംബത്തിൽ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലി സർക്കിളിൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ അപകടം പിടിച്ച നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ജീവിക്കുക. തുടർ വീഡിയോയും പഴയ വീഡിയോയും കാണുമ്പോൾ കുറച്ചും കൂടിയൊക്കെ മനസ്സിലാകും. ഇനി എടുക്കുമ്പോൾ പ്രകമ്പനം സിനിമയുടെ ന്യൂമറിക്കൽ വാല്യൂ 31, കലാഭവൻ നവാസിൻ്റെ വാല്യൂ 43. ടോട്ടൽ എടുക്കുമ്പോൾ 31 + 43 74. 7 4 11. ഒരു വ്യക്തിയുടെ പേരിൽ 11 വന്നാൽ 20 വന്നാൽ 29 വന്നാൽ കഷ്ടപ്പാടാണെന്ന് പറയാറുണ്ടല്ലോ. ഇതും ക്ലേശങ്ങൾ അനുഭവിക്കും. ഈ 74 വന്നത്. ഈ പ്രകമ്പനം സിനിമയുമായിട്ടുള്ള ലിങ്കാണത്. ജോയിൻ ചെയ്യുമ്പോൾ 74 വന്നു. സമ്പത്ത് നഷ്ടപ്പെടും. അദ്ദേഹത്തിന് മിക്കവാറും അഭിനയിച്ച സിനിമയുടെ പേരിൽ പൈസ കൊടുക്കാൻ സാധ്യത കുറവാണ്. ഇതിൻ്റെ പേരിൽ ആരും തലയെ പൊക്കിക്കൊണ്ട് വരരുത്. ന്യൂമറോളജിയിലെ കാഴ്ചപ്പാടാണ്, അതിനുള്ള സാധ്യതയാണ്. പിന്നെ മറ്റൊരു പ്രാർത്ഥന, 74 വന്നാൽ നമുക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കൾ കാണത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അദ്ദേഹത്തിന് മരണശേഷം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പിന്നെ കൊണ്ടുവരത്തില്ല. ഈ കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തെ വിറ്റ് യൂട്യൂബുകാർ കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമുക്ക് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്നില്ല, അങ്ങനത്തെ തൽക്കാലമില്ല. എനിക്കിവിടെ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിതൊരു പഠന ക്ലാസ്സാണ്. വാർത്താ ചാനലോ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചാനലോ അല്ലെന്ന് അറിയില്ല, സബ്ജക്റ്റ് അല്ലെന്ന് അറിയാമല്ലോ. അദ്ദേഹത്തിന് പൈസ കിട്ടാൻ സാധ്യത കുറവാണ്. ബിക്കോസ് 74. പിന്നെ ഈ 74 പ്രത്യേകത, നിങ്ങളുടെ വീട്ടുപേരും അച്ഛൻ്റെ പേരും നിങ്ങളുടെ പേരും കൂടി കൂട്ടുമ്പോൾ 74 വരുന്നതെങ്കിൽ കൂടെ അസുഖമുണ്ടാകും. തെറ്റില്ലാത്ത അസുഖം, പനി ചുമ ജലദോഷമൊന്നും അല്ല കേട്ടോ, അല്ലാതെയുള്ള അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും നിങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഇദ്ദേഹം മരിച്ചത് എവിടെ വെച്ചാണ്? ചോറ്റാനിക്കരയിൽ വൃന്ദാവനിൽ വെച്ചായിരുന്നു. വൃന്ദാവൻ റെസിഡൻസി പറയുമ്പോൾ നവാസ് വൃന്ദാവനിൽ വെച്ച് മരിച്ചെന്നാണ് പറയുന്നത്. വൃന്ദാവൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 9, നവാസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 5. 9 5 14. 14 നല്ല നമ്പരാണ്. വൃന്ദാവൻ്റെ വാല്യൂ എത്രയാണ്? 31, നവാസിൻ്റെ 16. ഇത് ടോട്ടൽ എടുക്കുമ്പോൾ 9 + 5 14, വൃന്ദാവൻ്റെ 31 + 16. അതും കൂടി എടുക്കുമ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ അവിടെ 61 വരുന്നത്. അവിടെ കൊണ്ടോ 7 മറഞ്ഞ് നിന്നുകൊണ്ട് കൊണ്ടുപോയത്. അവൻ അത്രയും ദൂഷ്യം ചെയ്യുന്നതാണ്. എത്ര തവണ എത്ര തെളിവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ബോറടിക്കും, ഈ വ്യക്തിക്ക് എന്നാ 7നെ പറ്റി മാത്രമേ പറയാനുള്ളൂ എന്ന്. പക്ഷേ 7നെ പറ്റി പറയാനല്ല വന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു കലാകാരനായ, ആരെക്കൊണ്ട് മോശം പറയിപ്പിക്കാത്ത നവാസിനെ പറ്റി പറയുമ്പോൾ 7 വരുന്നു. അതെൻ്റെ തെറ്റാണ്. അവിടെ 61 വന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി വൃന്ദാവനിൽ വെച്ച്. ഇനി വൃന്ദാവനിൽ ഫ്ലാറ്റ് നമ്പർ എത്രയാണ്? അദ്ദേഹം താമസിച്ച ഹോട്ടലിലെ റൂം നമ്പർ 209 209 മീൻസ് 2 + 9 11 വന്നത്. 11 സുഖമല്ല. ഇവിടെ വാസ്തു കൺസൾട്ടേഷന് വേണ്ടി പോകുന്നതാണ്. ഞാൻ UAE താമസിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ 209 അല്ലെങ്കിൽ 2ൻ്റെ സാന്നിധ്യമുള്ള വീട്ടുകാരോട് പറയാറുണ്ട്, കലാപകാരികളായ ഭാര്യാഭർത്താക്കന്മാർ, ഡെയിലി അടിപിടി ഉണ്ടാകുന്ന ബഹളക്കാരായ ഭാര്യാഭർത്താക്കന്മാരെ ഈ 2ലേക്ക് കൊണ്ട് ഞാൻ ഇടാറുണ്ട്. കലാപം കുറഞ്ഞിരിക്കും, പക്ഷേ വരുമാനം കുറയും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് 2 പറ്റത്തില്ല. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ തിരിച്ചു ആയിക്കോട്ടെ, എന്നും കലാപം ഉണ്ടാകുമ്പോൾ മക്കൾ അത് കണ്ടല്ലേ പഠിക്കുന്നത്. വീട്ടിൽ സ്വസ്ഥതയില്ല. അങ്ങനെ അവർക്ക് താൽക്കാലികമായി സ്വസ്ഥത കിട്ടാനായിട്ട് 1 വർഷത്തോളം ഈ 2ാം നമ്പർ റൂം അവരോട് ഞാൻ പറയാറുണ്ട്. അങ്ങനെ അവിടെ താമസിച്ചാൽ അവർക്ക് സ്വസ്ഥത കിട്ടും. ഇവിടെ 209ാം നമ്പർ റൂമാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. 11 വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സുഖകരമായിട്ട് വരത്തില്ല. പക്ഷേ കലാപം ഉണ്ടാകത്തില്ല. ഇദ്ദേഹത്തിന് 209 സ്വാധീനിച്ചിട്ടുണ്ട്. ഇദ്ദേഹം സിനിമയിൽ, ഈ കലാഭവൻ നവാസ് സിനിമയിൽ ജോയിൻ ചെയ്ത് ജൂലൈ 25 ജൂലൈ 25 ഉണ്ടോ അവിടെ 5 വന്നത്? ആരും അറിയാതെ ഒളിച്ചോടി വന്ന ജൂലൈ 7ാം മാസം 25 അന്നാണ് ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്തത്. നമ്മളെപ്പോഴും ഈ യൂട്യൂബ് നമ്മുടെ ചാനൽ ചെയ്യുമ്പോൾ ആരുടെയും പൊതുവേ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാറില്ല. അവരുടെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എടുക്കാം, ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എടുക്കാം. പൊതുവെ എടുക്കാറില്ലല്ലോ. പക്ഷേ ഇത് എടുക്കുമ്പോൾ 27/4/1974 കലാഭവൻ നവാസ് ജനിച്ചത്. 27/4/1974. ഇത് മൊത്തം കണക്ക് കൂട്ടിക്ക് 27 ആകുമ്പോൾ 7 2 9 9 4 13 ഏപ്രിൽ മാസത്തെ
1974 മൊത്തം കണക്ക് കൂട്ടുമ്പോൾ 34. ഇദ്ദേഹത്തിന് വിധിസംഖ്യയും 34 വന്നു. 34 വന്നാൽ റിസൾട്ട് വേറെയാണ്. പക്ഷേ 7 അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒളിഞ്ഞും പാത്തും ഉണ്ടായിരുന്നു. നവാസിൻ്റെ ലക്കി നമ്പർ 9 ആണ്. ലക്കി നമ്പർ എന്ന് വെച്ചാൽ ജനിച്ച ഡേറ്റാണ് 27. 2+7 9 അല്ലേ. ഇദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ജോയിൻ ചെയ്തതെന്നാണ് ഷൂട്ടിങ്ങിന് 25-ാം തീയതി. ഈ 25-ാം തീയതി ജോയിൻ ചെയ്ത വ്യക്തിയുടെ ലക്കി നമ്പർ എത്രയാണ്? 9. 25+9 34 അവിടെയും വന്നു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐ എം ടെല്ലിങ് ട്രൂത്ത്. പ്ലീസ് യു അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ദാറ്റ് 7 ഈസ് വെരി വെരി ഹോറിബിൾ ആൻഡ് ഡേഞ്ചർ നമ്പർ. പക്ഷേ 20% ആൾക്കാർ 7-ാം തീയതി ജനിച്ച് 7-മായിട്ട് സാന്നിധ്യമുള്ള ബന്ധമുള്ള 20% ആൾക്കാർ രക്ഷപ്പെട്ടിരിക്കും. അവർ വലിയ വലിയ മികച്ച ആൾക്കാരായിട്ടുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് 34 അവിടെയും വന്നു. കലാഭവൻ നവാസ് നമ്മളിൽ നിന്ന് വേർപെട്ടത് എന്നാണ്? 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി. അദ്ദേഹത്തിന് വയസ്സ് നോക്കാം. പൊതുവെ എല്ലാവരും പറയുന്നത് 51 വയസ്സെന്നാണ്. പക്ഷേ ഈ ന്യൂമറോളജി ആകുമ്പോൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇതൊരു പഠന ക്ലാസ് അല്ല കേട്ടോ. ഞാൻ ആദ്യം വായിക്കും, പിന്നെ പഠിക്കും, പിന്നെ ഗവേഷണം നടത്തും, പിന്നെ നിരീക്ഷിക്കും. ഇതാണ് 4 സ്റ്റേജാണ് ഒരു വിദ്യ അഭ്യസിക്കാനുള്ള മാർഗ്ഗങ്ങൾ. പല ആൾക്കാരും വായിച്ചു പോകും. നോവലൊക്കെ വായിച്ച് പോകാൻ പറ്റും, പത്രം വായിച്ച് പോകാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാനുള്ള ആൾക്കാർ വീണ്ടും വായിക്കും, പിന്നോട്ട് വായിക്കും, പിന്നെ ഗവേഷണം ചെയ്യും. ഗവേഷണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു 10 പേരുടെ എക്സ്പീരിയൻസ് നോക്കണം. നമ്മുടെ ചുറ്റുപാടുകളുള്ള നാട്ടുകാരുടെ ആയാലും എടുത്താൽ മതി. എന്തെങ്കിലും കാര്യം അത് ഗവേഷണം ചെയ്യുക. പിന്നെ ഇവരുടെയൊക്കെ പ്രാക്ടിക്കൽ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കണം. അതാണ് നിരീക്ഷണം. ഞാൻ ഗവേഷണം ഒരു നിരീക്ഷണമാണ് സത്യത്തിൽ. ഇതിനകത്ത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുമ്പോൾ 51-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് പറയുന്നു. 25/8 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് മരിച്ചത്. നിങ്ങളിത് പഠിക്കുവാൻ താല്പര്യമുള്ള ആൾക്കാർ, വീഡിയോ നീണ്ടു പൊക്കോട്ടെ, പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക, അല്ലാതെ ഉള്ളൊരു സ്പീഡിലടിച്ച് പോട്ടെ. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് വയസ്സ് കണക്കൂട്ടുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ ആക്യുറേറ്റ് ആയിട്ട്. വർഷങ്ങളല്ല കുറയ്ക്കേണ്ടത്. വർഷങ്ങൾ മാത്രമല്ല, മറ്റു മാസവും വർഷവും ഡേറ്റും കൂടി കുറയ്ക്കണം. നിങ്ങളൊരു പേപ്പറിൽ 2025 എന്ന് ആദ്യമേ എഴുതുക. പിന്നെ ഇദ്ദേഹം മരിച്ച ദിവസം, വേർപെട്ട ദിവസം 8-ാം തീയതി, 8-ാം മാസം, ഓഗസ്റ്റ് എന്നല്ല എഴുതിട്ട് 8 എന്ന് എഴുതുക. 2025 8, പിന്നെ 1-ാം തീയതിയാണ് വേർപെട്ടത്. അപ്പോൾ 2025 8/1 എന്ന് എഴുതുക. അതിനടിയിൽ ഇദ്ദേഹം ജനിച്ച ഡേറ്റ് ഏതാണ്, വർഷം ഏതാണ്? 1974. 2025 അടിയിൽ 1974 എന്ന് എഴുതുക. ജനിച്ച മാസം 4, ആ 8-ൻ്റെ അടിയിൽ മാസത്തിൻ്റെ ഓഗസ്റ്റിൻ്റെ താഴെ 4 എന്ന് എഴുതുക. ജനിച്ച ഡേറ്റ് എന്നാണ്? 27. മരിച്ച ദിവസമായ 1-ൻ്റെ അടിയിൽ 27 എന്ന് എഴുതുക. ഇനി നമുക്കൊന്ന് കണക്ക് കൂട്ടാം. 1 എന്ന ഏറ്റവും ലാസ്റ്റിൽ ഇടത്തുനിന്നാണല്ലോ എടുക്കുന്നത്. 1-നകത്തുനിന്ന് 27 കുറയില്ല. അപ്പോൾ 1-നകത്തുനിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഓഗസ്റ്റ് മാസമാണ് തൊട്ട് ഇടതുവശത്ത് കിടക്കുന്നത്. ആ 8-ൽ നിന്നും 30 ഡേയ്സായി 30 ദിവസമായ ഒരു മാസം അങ്ങോട്ട് മാറ്റുക. ഒരു മാസം മാറ്റുമ്പോൾ എത്രയും 30 ദിവസമായി. 30+1 31 ദിവസം അവിടെയുണ്ട്. ആ ദിവസത്തിലേക്ക് കിട്ടി. 31-ൽ നിന്ന് 27 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4. വീണ്ടും കുറയ്ക്കണം. ഓഗസ്റ്റിൽ നിന്നും 8-ൽ നിന്നും 1 അങ്ങോട്ട് പോയല്ലോ, പിന്നെ 7 ഉള്ളൂ. ആ 7-ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 3 മാസം. 2025 നിന്നും 5-ൽ നിന്നും 4 പോയാൽ 1, 12. 2-ൽ നിന്നും, അതായത് 12-ൽ നിന്ന് 7 പോയാൽ 5. 51 വയസ്സും 3 മാസവും 4 ദിവസവും ആയപ്പോഴാണ് നമ്മുടെ പ്രിയങ്കരനായ കലാഭവൻ നവാസ് ഭൗതികദേഹം വെടിഞ്ഞത്. 51 വയസ്സും 3 മാസവും 4 ദിവസവും. ഇത് ന്യൂമറോളജിയിലെ ഡീപ്പായ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചാലേ ഒരു നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ നല്ലൊരു മിടുക്കനായ ന്യൂമറോളജിസ്റ്റ് ആകാൻ പറ്റുള്ളൂ. അല്ലാതെ 1 തൊട്ട് 26 ലെറ്റേഴ്സ്, അല്ലെങ്കിൽ 1 തൊട്ട് 9 വരെ ലെറ്റേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്. കാരണം ഇതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ കൺസൾട്ടേഷൻ വേണ്ടി വരുമ്പോൾ ഇതൊക്കെ കണക്ക് കൂട്ടണം. കണക്ക് കൂട്ടിയിട്ട് അങ്ങ് പറയുമ്പോൾ വരുന്ന ആൾക്കാർക്ക് സന്തോഷമാകും, തൃപ്തിയാകും. ഇനി 51 വയസ്സും 3 മാസവും 4 ദിവസവും. 51 വയസ്സെന്ന് വെച്ചാൽ ഒരു വർഷം 365 ദിവസമല്ലേ? അപ്പോൾ 365 × 51 എന്ന് നിങ്ങൾ കാൽക്കുലേറ്റർ കണക്ക് കൂട്ടൂ. 51 × 365 18,615 ദിവസം.
51 വർഷം എന്ന് പറഞ്ഞാൽ 365 ഇൻറ്റു 51 11 18,615 ഡേയ്സ്. പിന്നെ 3 മാസം ഉണ്ടായിരുന്നു. 51 വയസ്സ് 3 മാസം 1 ദിവസമുള്ളതിൽ 3 മാസത്തെ നമുക്ക് ഒരു മാസം എത്രയാണ്? 30 ഡേയ്സ്. 3 ഇൻറ്റു 30 എത്ര എടുക്കുക? 90 ഡേയ്സ് വന്നു. ആദ്യമേ 18,615 കിട്ടി, പിന്നെ 90 ഡേയ്സ് കിട്ടി, പിന്നെ എത്രയാണ്? 4 ദിവസം കൂടി, 4 കൂടി എഴുതുക. ടോട്ടൽ ആഡ് ചെയ്തേ. 18,615 പ്ലസ് 90 പ്ലസ് 4 18,709 ഡേയ്സ് ടോട്ടൽ. 18,709 ദിവസങ്ങൾ. അത് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കൂ. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 25. അദ്ദേഹത്തിന് മരണത്തിൽ പോലും 25 വന്നു, 7 വന്നു. ഞാനുണ്ടാക്കി പറഞ്ഞാൽ എല്ലാം തെളിവ് ഉൾപ്പെടെ ഞാൻ പറയുള്ളൂ. നമ്മൾ ഒരു കാരണവശാലും ഊഹിച്ചുകൊണ്ട് പറയത്തില്ല. അപ്പോൾ 25 അദ്ദേഹത്തെ അവിടെയും കൊണ്ടുപോയി. ഇനി മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹത്തിന് രാവിലെ അറ്റാക്ക് ഉണ്ടായപ്പോൾ ഡോക്ടറെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡോക്ടറിനെ വിളിച്ചു. 6:57 വിളിച്ചത്. അപ്പോൾ ECG കൊടുക്കാൻ പറഞ്ഞു. ECG റിപ്പോർട്ട് 6:57 എന്ന് പറഞ്ഞാൽ എത്രയാണ് സമയം? 7 മണി. 7 മണിക്കാണ് സൂചന കൊടുത്തു. കേതു എന്ന പ്ലാനറ്റ് കൊടുത്തു. മോനെ, നിൻ്റെ കൂട്ടത്തിൽ നിൻ്റെ ലൈഫ് തൊട്ടേ ഉണ്ട്, ബൈ ബർത്ത് തൊട്ടേ ഉണ്ട്, നിൻ്റെ പേര് തൊട്ടേ ഉണ്ട്, എല്ലാത്തിലും ഞാനുണ്ട്. ഈ സമയം വാൻ തരികയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് ഒരു 21 വന്നതിൻ്റെ പേരിൽ സിൻസിയറായിപ്പോയി. ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും നഷ്ടം ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടും, പിന്നെ അദ്ദേഹം അത്ര കണ്ട് അറിയപ്പെടുന്ന ആളല്ലോ. നമുക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിൽ അത്ര കണ്ട് വലിയ പ്രാധാന്യമുള്ള ആളല്ലോ. ഇദ്ദേഹം അവധി എടുത്തുകൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മാറി മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു പിന്നീട് സാഹചര്യം അല്ലെങ്കിൽ ചാൻസ് കൊടുക്കത്തില്ല. ആ ഒരു ഭയം ഉണ്ടാകുമല്ലോ. അത്ര എസ്റ്റാബ്ലിഷ്ഡായ ആളല്ലല്ലോ. ആ ഒരു മാനസികമായ ഒരു ഫീലിങ്ങും ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം 7 മണിക്ക് 6:57 വിളിച്ചിട്ട് പോകാതിരുന്നത്, ECG എടുത്ത് കൊടുക്കാതിരുന്നത്. അവിടെ 7 വന്നു. ഇനി മറ്റൊന്നും കൂടി നമുക്ക് എടുക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് രഹന, REHNA, രഹന. രഹനയുടെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 18. നവാസിൻ്റെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 16. 18ഉം 16ഉം എത്രയാണ്? 18 + 16 34. ഉണ്ടോ? അവർ തമ്മിൽ കോമ്പിനേഷൻ ശരിയായില്ല. വീണ്ടും പറയാണ്, ഏതെങ്കിലും ഒരു ന്യൂമറോളജിസ്റ്റിനെ കേട്ടിരുന്നെങ്കിൽ. പിന്നെ പ്രോണോളജി വേണം കേട്ടോ. പ്രോണോളജിക്കകത്ത് NA അല്പം ദൂഷ്യമാണ്. രണ്ടുപേരുടെ പേരിൽ NA ഉണ്ട്. നോട്ട് ആപ്ലിക്കബിൾ. ലൈഫിൽ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ രണ്ടുപേരും കണ്ടാൽ സുമുഖരാണ്, നല്ല രസമുണ്ട്, നല്ല ഡീസൻ്റായ പെരുമാറ്റം, ഇൻ്റർവ്യൂവിന് അഭിമുഖത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര സിമ്പിൾ ദെയർ. ബട്ട് NA പേരിനകത്ത് ഭാര്യയുടെ പേരായി റഹനിക്കകത്ത് NA ഉണ്ട്, നോട്ട് ആപ്ലിക്കബിളാണ്. നവാസിൻ്റെ പേരും NA ഉണ്ട്. അപ്പോൾ ഒരു പ്രോണോളജിസ്റ്റിനെ കേട്ടിരുന്നെങ്കിൽ പേര് മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ ചോദിക്കും, പിന്നെ പേര് മാറ്റിക്കഴിഞ്ഞാൽ മരണം ഉണ്ടാകത്തില്ലെന്ന്. അതാണ് വിധി. ഈ ഗൂഢശാസ്ത്രത്തെ മുറുകെ പിടിച്ചാൽ വിധിയെ മാറ്റിമറിക്കുക. അറിവില്ലാത്തവർ ഇതിനെപ്പറ്റി വന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ട് വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ പുസ്തകങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. 1-2 പുസ്തകങ്ങളില്ല, അനേകം പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ വായിക്കുമല്ലോ, പഠിക്കുമല്ലോ, നിരീക്ഷണം ചെയ്യുമല്ലോ, ഗവേഷണം ചെയ്യാണ്. ഗവേഷണം, നിരീക്ഷണം എല്ലാം കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും വൈഫിൻ്റെയും കൂടി പേരിൽ വന്നപ്പോൾ 34 വന്നു, അവിടെ 7 വന്നു. ഇനി വീട്ടുകാരെടുത്തേ. നെസ്റ്റിൻ്റെ ടോട്ടൽ വാല്യൂ, NEST നെസ്റ്റ് ടോട്ടൽ വാല്യൂ 18. ആ 18ഉം കലാഭവൻ നവാസിൻ്റെ പേരും കൂടി ചേർത്ത് 43. കലാഭവൻ നവാസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 43. വീടെന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ളതാണ്. വീട് മൊത്തത്തിലുള്ളതാണ്. നമ്മുടെ ഹാർഡ് ആൻഡ് മണിയെല്ലാം കഴിഞ്ഞ് കഠിനാധ്വാനം കഴിഞ്ഞിട്ട് വിശ്രമിക്കേണ്ട, പകൽ ജോലിയെല്ലാം ചെയ്ത് വിടുതൽ ചെയ്യുന്ന സ്ഥലമാണ് വീട്. ആ വീടിൻ്റെ പേരാണ് നെസ്റ്റിൻ്റെ വാല്യൂ 18. കലാഭവൻ നവാസിൻ്റെ വാല്യൂ 43. 43ഉം വീടിൻ്റെ നമ്പരായ 18 കൂടി ചേരുമ്പോൾ എത്രയാണ്? അവിടെ 61. ഈ ന്യൂമറോളജി എന്ന ശാസ്ത്രത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അവിശ്വാസമുണ്ടോ? എത്ര വീഡിയോസ് ചെയ്തു? ഈ വീഡിയോസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ സംശയമുണ്ടോ ചോദിക്കൂ. സംശയം ചോദിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ചോദിച്ചോളൂ. എവിടെയാണ് തെറ്റ്? ഇത് എൻ്റേതായ ശാസ്ത്രമല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല, എൻ്റെ കുടുംബക്കാരും കണ്ടുപിടിച്ചില്ല. നൂറ്റാണ്ടുകളായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതാണ്. എല്ലാവരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. എൻ്റെ ഈ ജന്മത്തിൽ
സാധാരണക്കാരിലേക്കും പ്രോണോളജി എന്ന ശാസ്ത്രവും ന്യൂമറോളജി എന്ന ശാസ്ത്രവും സപ്ലൈ ചെയ്യാൻ എനിക്ക് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. എ കോൺട്രിബ്യൂഷൻ ടു ദി പബ്ലിക് ഈ സയൻസിലൂടെ ഞാൻ കൊടുക്കുകയാണ്. അവിടെ നിന്ന് 61 വന്നു. കലാഭവനിലൊരു മണി ഉണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ ടോട്ടൽ എടുക്കുമ്പോൾ 52ആണ്. അവിടെ ഒരു ദുരൂഹതയുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ പേരിൻ്റെ വാല്യൂ കലാഭവൻ 10, മണി 4, അപ്പോൾ 14. കലാഭവൻ്റെ വാല്യൂ 27, മണിയുടെ വാല്യൂ 32. ടോട്ടൽ എടുക്കുമ്പോൾ 52. ദുരൂഹതയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റി ഇപ്പോഴും പറയത്തില്ല. നാച്ചുറൽ ഡെത്ത് അല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പല ആൾക്കാരെ പറ്റി എപ്പോഴും സംശയമുണ്ട്. അവരൊക്കെ സിനിമയിലൊക്കെ അത്യാവശ്യം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയം. കാരണം ഇദ്ദേഹത്തിന് നേരത്തെ അസുഖം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായി. ഇനി അതായിക്കോട്ടെ, അസുഖം ഉണ്ടായിക്കോട്ടെ. ഇദ്ദേഹത്തിന് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എവിടെ പോയി കൂട്ടുകാർ? ഒരു സൗഹൃദനായിരുന്നല്ലോ അദ്ദേഹം. റഫ് ക്യാരക്ടർ അല്ലായിരുന്നു, ആരെ അടിച്ച് ആക്ഷേപിക്കുന്ന ആളല്ലായിരുന്നു. ഇത്രയും നല്ല സുഹൃത്തുക്കളുണ്ടായിട്ട് ആ സുഹൃത്തുക്കൾ എവിടെ പോയി? അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നെനിക്ക് സംശയം, എനിക്ക് മാത്രം. ഇത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.